അല്ല, ഞാൻ വേറൊരു തലത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പോലും, ആ പേര് പോലും സഭയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ആ രീതിയിൽ അത് മാറും. ഇത്രയും ഇന്നലെ വലിയ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോഴും അദ്ദേഹം വൈകുന്നേരം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസി ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ പറയാതെ മറ്റ് പല തലങ്ങളിലേക്കും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെ ഭയപ്പെടുന്നു, ആ ഭയപ്പാട് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നലെ അവരുന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് വീഴ്ച ഈ കാര്യങ്ങളെ മറ്റ് ദേശീയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഈ ദേശീയ നേതാക്കളടക്കം രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇ ഡിയുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ആരാ? നിങ്ങൾ ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഉത്തരം അത്തരം ചില ചോദ്യങ്ങളുടെ നിങ്ങൾക്ക് വഴിതെളിക്കുന്നു. കാരണം ഒരു രീതിയിലും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് കഴിഞ്ഞ 10 വർഷം ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല. ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പ് അന്വേഷണം നടന്നപ്പോൾ അതിന് വളരെ ലാഘവത്തോടു കൂടിയാണ് കണ്ടത് മറ്റ് നേതാക്കൾക്കെതിരെ വന്നപ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉള്ള ഒരു എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനെക്കുറിച്ച് ഞാൻ അത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അത്രയേ പറയുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെയും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ED ക്കെതിരെയും ഇതര ഏജൻസികൾക്കെതിരെയും എടുക്കുന്ന നിലപാടിനെ കുറിച്ച് ആർക്കെങ്കിലും ആശങ്കയുണ്ടോ? അദ്ദേഹം ഇതുപോലെ പാർലമെന്റ് അകത്തും പുറത്തും പോരാട്ടം നടത്തുന്ന അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ കാണാൻ കഴിയുമോ? അവിടെയാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരു പോരാട്ടം നടക്കുമ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ അതിന് സഹായകരമായൊരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയുന്ന കാര്യം. അകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് വേറെ മറ്റെന്തും ചോദിക്കാനാണ് ഞാൻ ചോദിക്കുക. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. മിനിസ്റ്റർ എന്തെങ്കിലും ചോദിക്കാനാണ് പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. തർക്കങ്ങളുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ തർക്കങ്ങളുണ്ട്? മന്ത്രിസഭ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തർക്കങ്ങളുണ്ടോ എന്ന് പറയാ, എന്നിട്ട് തർക്കങ്ങൾ അവസാനിച്ചോ എന്ന് ചോദിക്കുക. അതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുമോ?